നമസ്കാരം. ആർജെ ടോക്കിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം. ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഗർഭം ഉണ്ടാക്കിയതിനെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ കിടന്നതോ ആയിട്ടുള്ള പെൺകുട്ടികളെക്കുറിച്ചുമാണോ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഈ ശരിക്കും നമ്മളുടെ ചില ചാവാലി പട്ടികളില്ലേ, അത് എല്ലും കഷ്ണം കണ്ടാൽ കടിപിടി കൂടുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പിൽ അവൻ്റെ അണ്ണാക്കിലേക്ക് ഈ സാമാനം കുത്തിക്കൊണ്ട് ചെന്ന് ചോദിക്കാൻ നിൽക്കുന്ന വെമ്പൽ കൊണ്ടുകൊണ്ട് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ആ എന്താണ് താല്പര്യം കണ്ടത്. താങ്കൾ പറയൂ, ആ പ്രതി താങ്കളാണോ, അല്ലെങ്കിൽ താങ്കളുടെ കുഞ്ഞാണോ അത്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബീജം തൻ്റെ തന്നെ ബീജമാണോ അവളുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തെക്കുറിച്ചാണോ? ലജ്ജ തോന്നുന്നു മാധ്യമപ്രവർത്തനത്തോട് തന്നെ. എത്രയോ വിഷയങ്ങൾ തമസ്കരിച്ചിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ക്യാമറ കൊണ്ട് നടക്കുന്നത്. എത്രയോ വിഷയങ്ങൾ. നമ്മൾ കുടിക്കുന്ന കുടിവെള്ളത്തിൽ ശുദ്ധതയില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മളുടെ ഷവറിൽ നിന്ന് പോലും നമ്മളുടെ ബാക്ടീരിയകൾ, മസ്തിഷ്കം കാർന്നു നിൽക്കുന്ന ബാക്ടീരിയകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അത് മരണത്തിന് കാരണമാകുമെന്ന് ഗവൺമെൻറ് ഉറച്ചു പറയുന്നു. ആ ബാക്ടീരിയകളിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഹാർട്ട് അറ്റാക്കുകൾ, കുഴിഞ്ഞു വീണ് മരണങ്ങൾ, എത്ര വിഷയങ്ങൾ. ഇനി അതെല്ലാം പോട്ടെ, തലയ്ക്ക് മേളിൽ വലിയൊരു വാളായി, ഡെമോക്രസിന്റെ വാളായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തെക്കുറിച്ച്, അതിൻ്റെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെ പോകട്ടെ, ഒരു കുടുംബം പുലർത്തുന്നതിന് വേണ്ടി 24 മണിക്കൂർ തികയാതെ പാഞ്ഞു നടക്കുന്ന കുടുംബനാഥന്മാരുടെയും സ്ത്രീകളുടെയും ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അവരുടെ ഉപജീവനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ടാക്സേഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ടാക്സുകൾ ഇനി കൂടുതൽ ഗവൺമെന്റിന് നൽകണമോ, അല്ലെങ്കിൽ ടാക്സ് നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. വിവിധ ടാക്സുകൾ ഏകോപിച്ചുകൊണ്ട് ഏക ടാക്സിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥകൾ, റോഡിലെ കുഴികളിൽ വീണ് മരിക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപകടകരമായ വിധം വാഹനങ്ങൾ ഓടിച്ച് അപകടം വരുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. വളരെ വേഗത്തിൽ തന്നെ വൈര്യത്തിലൂടെ സ്വന്തം കൺമുന്നിൽ വെച്ച് അമ്മയെയും അച്ഛനെയും ഒക്കെ കൊല്ലുന്ന യുവതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. മിഥുനങ്ങൾ എവിടെയെങ്കിലും സല്ലപിച്ചിരുന്നാൽ അവർക്ക് നേരെ ഈ പറയുന്നതുള്ള സദാചാര അമ്പുകളുമായി എത്തുന്ന കാപാലികന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ഇനി അതിലൊരു മറുവശമുണ്ട്. ആരാണ് രാഹുൽ മാങ്കൂട്ടം? ഞാൻ ആദ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കേൾക്കുന്നത് ഈ ഗണേഷ് കുമാറിൻ്റെ വീടിന് ഒരു എന്താണ് സമരവുമായിട്ട് ചെന്നുകൊണ്ട് ഉള്ള ഒരു വിഷയത്തിലാണ്. അന്ന് വരെ തങ്ങളുടെ സഹയാത്രികനായിരുന്ന കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹത്തിനെ ബഹുമാന പുരസ്സരം കണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടം, അന്ന് ഈ എവിടുന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ചെറുപ്പക്കാരൻ ഞാൻ ആലോചിച്ചു. പത്തനാപുരത്ത് വന്ന് ഗണേഷ് കുമാറിൻ്റെ വസതിക്ക് നേരെ വന്നിട്ട് ആക്രോശിക്കണം, ഇവൻ ആരാണെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിനാണെന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇത് ഒരു നല്ല കാര്യമാണ്. ഒരു സമൂഹത്തിൻ്റെ പിന്നിൽ ഒത്തിരി സമൂഹം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആളാകാൻ പറ്റുമല്ലോ. നട്ടലിന് അല്ലെങ്കിൽ ചങ്കലിന് ഉറപ്പുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോയി നിന്നുകൊണ്ട് ഗണേഷ് കുമാറിന് മുന്നിൽ ഈ നവനിവാസവും നന്ദലായി പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരുപാട് സമൂഹത്തിന് മുന്നിൽ നിന്ന് ആളായി നേതാവായ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പം ഇത് ഈ അടുത്ത കാലത്ത്, ആദ്യകാലത്തൊക്കെ ഇതൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത് ആരാ? അണ്ണന്മാരെ, ചേട്ടന്മാർ, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള എല്ലാ അണ്ണന്മാർക്കും വലിയ ആരാധനാപാത്രമായിട്ട് മാറി ഈ ചെറുപ്പക്കാരൻ്റെ ഈ തീക്ഷ്ണമായിട്ടുള്ള സംസാരം. എന്താണ്, വളരെ അർത്ഥസമ്പുഷ്ടമാർന്ന വാക്കുകൾ ഇങ്ങനെ മാല പോലെ ആലങ്കാരികമായിട്ട് സംസാരിക്കുന്ന യുവപ്രവർത്തകൻ വേറെ ഇല്ല എന്നാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടം നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. വെറുതെ ബ്ലാ അടിക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തകനല്ല. അപ്പം അങ്ങനെ വന്നപ്പം എന്ത് ചെയ്തു, ഈ അണ്ണന്മാരെല്ലാം കൂടെ ഒന്ന് പൊക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തു. അത് നന്നായിട്ട് വിനിയോഗിക്കാൻ അറിയുന്ന ആളും കൂടിയായിരുന്നു കൊച്ചിയാർക്കനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം. കൊള്ളാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ രീതിയിലുള്ള ഉയർച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ വേഗത്തിലുള്ള ഉയർച്ച നമ്മളെല്ലാവരും സാഗൂതം കണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഈ അടുത്ത കാലത്ത് KSIBയുടെ ഒരു വലിയ ചർച്ച നടന്നിരുന്നു. അവിടെയും കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചത് ഞാനും അത് കണ്ടതാണ്. അത് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തതാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വളരെ വേഗത്തിൽ 10-37 വയസ്സിനുള്ളിൽ തന്നെ MLA ആകുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നത് ചില ആളുകളുടെയൊക്കെ കണ്ണിൽ കരടായിട്ട് രാഹുലിനെ മാറ്റിയിട്ടുണ്ട്. ചില അണ്ണന്മാർ ഇങ്ങനെ തൊട്ട് തഴകി ഇരിക്കുന്ന കസേരയില്ലേ, ആ കസേരയിലേക്കുള്ള യാത്ര വളരെ വേഗത്തിലായിപ്പോയി എന്ന് ശങ്കിക്കുന്ന ആൾക്കാരുടെ മുഖഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് പണ്ട് മുതലേ ഗ്രൂപ്പിസം ഒരുപാടുണ്ട്. ഇപ്പോഴും ഈ യുവ നേതാക്കന്മാർക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അദ്ദേഹത്തിനെ പിന്നെ എന്താണ് സപ്പോർട്ട് ചെയ്തും, അദ്ദേഹം കുറച്ച് എടുത്തിയാട്ടക്കാരനാണ്, അവൻ്റെ സ്വഭാവം ശരിയല്ല, ഒരു ചെറിയ കോഴിയാണെന്നൊക്കെ സ്വന്തം പാളയത്തിലെ പട തന്നെ ആരോപിക്കുന്ന രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും കോൺഗ്രസിനകത്തുള്ള ആരോഗ്യപരമായ ഒരു ഐക്യത ഇല്ലായ്മ ആണ് കോൺഗ്രസിനെ ഇപ്പോൾ വട്ടം ചുറ്റിക്കുന്ന മറ്റൊരു കാര്യം. അത് പുതിയ തലമുറയിലെ നേതാക്കന്മാരിലേക്കും കാർന്നു നിന്നില്ല, പടർന്നു കയറിയിരിക്കുന്ന ഒരു വൈറസാണ്, ഒരു ക്യാൻസറാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവിൻ്റെ കരിയറിന് കളങ്കം വയ്ക്കുന്ന, അല്ലെങ്കിൽ അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു രീതി കൊണ്ടുവന്നത് ആരായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു ഡിഗ്രേഡിങ്ങിന് പിന്നിൽ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആരായിരിക്കും? ഈ വളർച്ചയ്ക്കിടയിൽ എവിടെയോ അദ്ദേഹത്തിന് ആ ഇരയാക്കപ്പെട്ട തൻ്റെ പ്രണയിനിയെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ വേഗത വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലാമർ രംഗത്തേക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത പ്രണയിനി വന്ന് കാണുമായിരിക്കും. എന്തായാലും ആ മുൻ പ്രണയിനിയെ മാറ്റി നിർത്തുകയും അത് ശരിക്കും അറിയാവുന്നവർ, അല്ലെങ്കിൽ ഈ രംഗത്ത് തന്നെ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ചിരുന്നവർ തന്നെ അവളുമായിട്ട്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പീഡന അല്ലെങ്കിൽ വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പം ഇതറിയാവുന്നവർ ആ കുട്ടിയെ ക്യാൻവാസ് ചെയ്ത്, അല്ലെങ്കിൽ അവളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാർത്ത. ഒരു പക്ഷേ ഈ വാർത്തയുടെ കാര്യം ഞാൻ പറയാം, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രം വാർത്തയല്ല, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മാത്രം വാർത്തയല്ല. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഈ നമ്മളീ പറയുന്ന എല്ലാ പാർട്ടികൾക്കുള്ളിലും ഈ വിഷയങ്ങൾ അരങ്ങേറാറുണ്ട്. ഇതാരും പുറത്തറിയുന്നില്ല എന്ന് മാത്രമാണുള്ളത്. സിനിമാ രംഗത്തുണ്ട്, ഒരുപക്ഷെ ഹോസ്പിറ്റൽ മേഖലയിലുണ്ട്, എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള പ്രണയ അഭ്യർത്ഥനകൾ, പ്രണയം മാധ്യമരംഗത്തുമുണ്ട് എന്ന് തുറന്നു പറയുകയാണ്. പക്ഷേ ഇതൊന്നും പുറത്തു വരുന്നില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനവും, ഇനി അടുത്ത പ്രസൻസ് അദ്ദേഹത്തിന് എന്തായിരിക്കും, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കൂച്ചുവില കിടണമെന്ന് ആഗ്രഹിക്കുന്ന അണ്ണന്മാരുടെ ആഗ്രഹങ്ങളുമാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വരാൻ കാരണം. അപ്പോൾ ഈ വാർത്ത എന്തും നോക്കിയിരിക്കുന്ന ചാവാലി പട്ടികളായ മാധ്യമപ്രവർത്തകരെ പോലെ, അല്ലെങ്കിൽ ചാവാലി പട്ടികളെ പോലെ നോക്കിയിരുന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള നമ്മുടെ അണ്ണന്മാരെന്ത് ചെയ്തു? അവരുടെ പിന്നാലെ ഈ മൈക്കും കൊണ്ടങ്ങ് ചെന്നു, അതങ്ങ് ആഘോഷമാക്കി. ഈ പെൺകുട്ടി പറഞ്ഞതും പറയാത്തതും. പിന്നെ പല പെൺകുട്ടികളോടും ഓരോ മാധ്യമപ്രവർത്തകർ മീഡിയ ഹൗസസിൽ നിന്നൊക്കെ വിളി വരികയാണ്, ഹലോ ഇന്ന ആളല്ലേ, നിന്നെ രാഹുൽ മാങ്കൂട്ടം ഭോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ വരാം കേട്ടോ, ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ഒരു എക്സ്ക്ലൂസീവ് ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ പല പെൺകുട്ടികളെയും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പല സ്ത്രീ രത്നങ്ങളെയും വിളിച്ച് മാധ്യമ പ്രവർത്തകർ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും മലനാട് TV കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എക്സ്ക്ലൂസീവ് ഈ മാധ്യമപ്രവർത്തകരാകണം. നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥാപനങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്നത് നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിൻ്റെ ഒരു തുക പോലും വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ 5 ശമ്പളം മേടിക്കുന്ന എത്ര മാധ്യമപ്രവർത്തകരുണ്ട്? ഈ മൈക്കിങ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നവരിൽ 5 ശമ്പളം, 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ശമ്പളം നേടുന്ന എത്ര പേരുണ്ട്? ശീതീകരിച്ച ന്യൂസ് റൂമിലിരിക്കുന്ന എഡിറ്റോറിയൽ വിഭാഗത്തിൽ ഏതെങ്കിലും അണ്ണന്മാർ അത് മേടിക്കുന്നുണ്ടാകും. ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന മാധ്യമപ്രവർത്തകർ കേരളത്തിൽ തലങ്ങും വിലങ്ങും പായുന്നുണ്ട് വാർത്തെടുക്കുവാനെന്ന്. എൻ്റെ ഒരു ആഗ്രഹമാണ്, മലനാട് ജീവിക്ക് ഒരു ആഗ്രഹമാണ്, മിനിമം 5 ശമ്പളം കൊടുത്തുകൊണ്ടൊരു മാധ്യമ പ്രസ്ഥാനം ആരംഭിക്കണം എന്നുള്ളത്. കോടാനുകോടി ആസ്തിയുള്ള റബ്ബറിൻ്റെയും മറ്റുമുള്ള സാഹചര്യങ്ങളിലൊക്കെ പണം മുടക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്ഥലങ്ങളിൽ നിന്ന് മരങ്ങൾ വെട്ടിമുറിച്ച് ലക്ഷങ്ങൾ കോടികൾ സമ്പാദിച്ചിട്ടുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലെ ഈ പറയുന്ന എഡിറ്റോറിയൽ വിഭാഗക്കാർക്ക് മാത്രമല്ല, അങ്ങ് താഴേക്കിടയിലുള്ള ക്യാമറ പേഴ്സൺസിനും ഈ പറയുന്ന മൈക്ക് വേന്തിക്കൊണ്ട് ഇവരുടെ എല്ലാ ആക്ഷേപങ്ങളും തെറിയും ആട്ടും തുപ്പും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാവാലി പട്ടികളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന പ്രവർത്തകന്മാർക്കും 1 ലക്ഷം രൂപ നൽകുവാൻ ഈ മാധ്യമപ്രവർത്തന മേഖലയിലെ മീഡിയ ഹൗസസ് തയ്യാറാകുകയാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകരും തെറി പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. അവർ തയ്യാറാകത്തില്ല. ഇനി ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞത് തയ്യാറായെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.